നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും മലീമസമായ ഒരു അധ്യായമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ സമീപകാല പ്രസംഗങ്ങളും എഴുത്തും വായനയും എല്ലാം വിവാദമാവുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചിട്ടുള്ള SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്, അതിന്റെ നേതാവാണ്, ഒരു സമുദായത്തിന്റെ വലിയ പദവികൾ വഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. SNDPയുടെ ജനറൽ സെക്രട്ടറിയായി ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രചരണങ്ങൾ, കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. സാമുദായിക അകലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും സാമുദായിക സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതിലും വെള്ളാപ്പള്ളി നടേശന്റെ SNDP ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള ആ ദൗത്യങ്ങൾ വളരെ പോറലേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോൾ ആ വിമർശനങ്ങളുടെ എല്ലാം മുകളിൽ നിന്നുകൊണ്ടുള്ള വലിയൊരു വിമർശനം ചരിത്രപരമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ടത് ഇപ്പോഴും നാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യശശരീരനായ ശ്രീ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വാചകമാണ്. SNDP എന്ന ചന്ദനമരത്തിലെ തൂങ്ങി നിൽക്കുന്ന വിഷസർപ്പമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ശ്രീ സുകുമാർ അഴീക്കോടിന്റെ ആ വാക്കുകൾ ഇന്ന് എത്രയധികം ഗാംഭീര്യത്തോടുകൂടി ഉച്ചസ്ഥരം ഓരോ മലയാളികളുടെയും കാതിടങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട വാക്കുകൾ, വാചകങ്ങൾ എന്നൊക്കെ. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച്, SNDPയെ സംബന്ധിച്ച് ശ്രീ സുകുമാർ അഴീക്കോട് രേഖപ്പെടുത്തിയ ഈ വാക്കുകളാണ് ഇന്നത്തെ കേരളത്തിന്റെ സുവർണ ലിപികളിൽ, തങ്കത്താളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട് ഇന്ന് ഓരോ മലയാളിയുടെയും ഹൃദയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആദരണീയനായി ഈ സമൂഹം സ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടെന്നാൽ ശ്രീനാരായണ ഗുരുവും മഹാകവി കുമാരനാശാനുമൊക്കെ പരിപാലിച്ചു പോയ ഒരു സമുദായത്തിന്റെ പരിപാലന നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതൊക്കെ കൊണ്ട് അദ്ദേഹം ഏറെ സ്മരണീയനാകേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നത് വിദ്വേഷവാഹകനായ ഒരു വിഷസർപ്പം എന്നു തന്നെയാണ്. ഈ 90-ാം വയസ്സിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കാളക്കുട വിഷം മാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോ മലയാളിയെയും പരിഭ്രമിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ചിന്തിക്കുവാനും തിരുത്തുവാനുമുള്ള സമയങ്ങളാണ് ഇനിയുള്ളത്. ഇല്ലായെങ്കിൽ അദ്ദേഹം പട്ടടയിലേക്ക് ഒടുങ്ങപ്പെടുമ്പോഴും വർഗീയതയുടെ കളക്കുട വിഷം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അനർത്ഥങ്ങളെ സംബന്ധിച്ചായിരിക്കും ഓരോ മലയാളിയും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബവും ഒപ്പം SNDPയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുമൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ശരിയായ പാതയിൽ, നേരായ പാതയിൽ, മതേതര പാതയിൽ, ജനാധിപത്യ സമൂഹത്തിന്റെ ഉൾച്ചേർന്ന അന്തസ്സാർന്ന ആ ഇടപെടലുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തട്ടെ. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു ഹീനമായ ദൗത്യങ്ങളിലേക്ക് ഇടപെടുന്നത് എന്ന് ഓരോ മലയാളിക്കും ബോധ്യമുണ്ട്. സമ്പത്ത് സംരക്ഷിക്കുന്നതിനേക്കാളും ആത്മാഭിമാനത്തിന് വേണ്ടി പോരാട്ട രംഗത്തേക്ക് ഇറങ്ങിയവരും ജീവത്യാഗം ചെയ്തവരും പൂർവികരായ ഒരുപാട് മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കും. ആയിടത്താണ് വെള്ളാപ്പള്ളി നടേശൻ തന്റെ സാമ്പത്തിക സാമ്രാജ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വർഗീയതയുടെ മുടുപടം എടുത്തണിഞ്ഞുകൊണ്ട് ഒരു വർഗീയ കോമരമായി തുള്ളി മരിക്കാൻ നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. അദ്ദേഹത്തിന് തിരുത്തുവാൻ അദ്ദേഹത്തിന്റെ പ്രായം അനുവദിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ തിരുത്തുവാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവകാശമുണ്ട്, അദ്ദേഹത്തിന്റെ സമുദായത്തിനും അവകാശമുണ്ട്. ആ ഉദ്യമങ്ങൾ കുടുംബവും സമുദായവും നിർവഹിച്ചാൽ ചരിത്രം വെള്ളാപ്പള്ളി നടേശനെ രേഖപ്പെടുത്തിയേക്കാം. തീർച്ചയായും അങ്ങനെ ഒരു ദൗത്യം SNDPയുടെയും ആ സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.